Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of working capital management. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് നേച്ചർ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 6th സെമ്മിലേക്ക് കടക്കുകയാണ്. പുതിയ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ഇത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ സബ്ജക്റ്റ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാനും വേഗത്തിൽ പരീക്ഷ എഴുതാനും നല്ല രസമായിട്ട് മാർക്ക് വാങ്ങിക്കാനും ഒക്കെ കഴിയുന്നൊരു പേപ്പറാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ FM പഠിച്ച ഏരിയ തന്നെയേ ഉള്ളൂ. അതിന് ചെറുതായിട്ട് വൈഡ് ആവുന്നുണ്ടെന്ന് മാത്രം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ ഇവിടെയും പഠിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, എന്തായാലും നന്നായി പഠിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കമ്പനിയുടെ ഡേ ടു ഡേ വർക്കിങ്ങിന് സ്റ്റോക്കിംഗ് ട്രേഡ് ആവശ്യമാണ്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ ബിൽസ് റിസീവബിൾ വരാറുണ്ട്, അതേപോലെ തന്നെ അവരുടെ കയ്യിലുള്ള ക്യാഷ്, അതൊക്കെ ഡേ ടു ഡേ ഓപ്പറേഷന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണ്. അതൊക്കെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അതിലുള്ള ഉൾപ്പെടുന്ന ക്യാപിറ്റലുകളാണെന്ന് നമുക്ക് പറയാം. അത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും നമുക്ക് പറയാൻ പറ്റും. അതേപോലെ നമ്മളുടെ ഒരു കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം ഒരു കമ്പനി ആ കമ്പനിയുടെ ക്യാഷ് കൊണ്ട്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ഉണ്ടെന്ന്. ആ ക്യാഷ് കൊണ്ട് ആ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ വാങ്ങിച്ചു വെക്കുന്നു. ആ റോ മെറ്റീരിയലിനെ അവരതിനെ ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റുന്നു. ആ ഫിനിഷ്ഡ് ഗുഡ്സിനെ ആ കമ്പനി തന്നെ വിൽക്കുന്നു. വിൽറ്റ് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ക്രെഡിറ്റിന് വിൽക്കുകയാണെങ്കിൽ ആ കമ്പനിക്ക് ഡെപ്റ്റേഴ്സും ഉണ്ടാവുന്നു, ബിൽസ് റിസീവബിളും വരുന്നു. ആ ബിൽസ് റിസീവബിൾ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ക്യാഷായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതെന്തായിട്ട് മാറുന്നു, ആ ക്യാഷിനെ റോ മെറ്റീരിയൽ വാങ്ങിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഡേ ടു ഡേ വർക്കിങ്ങിന്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കമ്പനിയുടെ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ എന്തൊക്കെ വരുന്നുണ്ട്, സ്റ്റോക്കിംഗ് ട്രേഡ് വരുന്നുണ്ട്, ഡെപ്റ്റേഴ്സ് വരുന്നുണ്ട്, ബിൽസ് റിസീവബിൾസ് വരുന്നുണ്ട്, ക്യാഷ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ സർക്കിളിൽ, ഈ സൈക്കിളിൽ എന്തൊക്കെ വന്നു, ക്യാഷ്, റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്കായി മാറുന്നു, അതിനെ വിൽക്കുന്നു, വിറ്റ് കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ആവുന്നു, ഡെപ്റ്റേഴ്സ് ബിൽസ് റിസീവബിൾ, വീണ്ടും ദെൻ ക്യാഷ്, ദെൻ ഈ റൊട്ടേഷൻ ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ അത് പൂർണ്ണമാവുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊക്കെ പേരുകളുണ്ട്. സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ, റിവോൾവിംഗ് ക്യാപിറ്റൽ, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ, ലിക്വിഡ് ക്യാപിറ്റൽ, ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ, ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കി നോക്കാം എന്താണെന്നുള്ളത്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദി ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് എൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിൻ്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദി പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഫോർ മീറ്റിംഗ് ദി ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ ഓൺ സാലറീസ്, വേജസ്, റെൻറ്റ്, അഡ്വർടൈസിങ്. ഇത് എന്തിനൊക്കെ ആവശ്യമാണ്? റോ മെറ്റീരിയൽ വാങ്ങാനും, അതേപോലെ സാലറി കൊടുക്കാനും, വേജ് കൊടുക്കാനും, റെൻറ്റ് കൊടുക്കാനും, അഡ്വർടൈസിങ് എക്സ്പെൻസസിനൊക്കെ ആവശ്യമാണ്. ഇറ്റ് ഈസ് നീഡഡ് ഫോർ ഹോൾഡിംഗ് സം കൺവേർട്ടിബിൾ അസറ്റ്സ്. ഇത് പിന്നെ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ കൺവേർട്ടിബിൾ അസറ്റ്സിനും ഇത് ആവശ്യമാണ്. ഏതൊക്കെയാണ് കൺവേർട്ടിബിൾ അസറ്റ്സ്? സച്ച് ആസ് സ്റ്റോക്ക്, ബുക്ക് ഡെപ്റ്റ്, ബിൽസ് റിസീവബിൾ ആൻഡ് ക്യാഷ്. ഇവയ്ക്കൊക്കെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ദെൻ the firm operates its business through these assets. These assets are convertible in the sense that these change from one form of asset to another.
അപ്പോൾ ഈ കമ്പനി എന്ന് പറയുന്നത് ഫേം ഓപ്പറേറ്റ്സ് ഇറ്റ്സ് ബിസിനസ് ത്രൂ ദീസ് അസറ്റ്സ്. ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് കറണ്ട് അസറ്റിലൂടെയാണ്. അതില്ലേ നിങ്ങൾക്കറിയാലോ, ക്യാഷ് വേണം, ബുക്ക് ഡെപ്റ്റ് വേണം, ബിൽസ് റിസീവബിൾ, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനിയുടെ വർക്കിംഗ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ദീസ് അസറ്റ്സ് ആർ കൺവേർട്ടബിൾ ഇൻ ദ സെൻസ് ദാറ്റ് ദീസ് ചേഞ്ച് ഫ്രം വൺ ഫോം ഓഫ് അസറ്റ് ടു അനദർ. ആ കമ്പനിയുടെ അസറ്റിനെ, ഈ കറണ്ട് അസറ്റിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Cash is converted into raw materials into work in progress into finished goods into book debts, bills receivable and then book debts and bills receivable into cash. അപ്പോൾ ക്യാഷ് എന്താക്കി മാറ്റുകയാണ്, റോ മെറ്റീരിയലാക്കി മാറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. എന്താ, റോ മെറ്റീരിയലാക്കി മാറ്റുന്നു, റോ മെറ്റീരിയലിനെ വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കി മാറ്റുന്നു. അതായത് ഇതിനെ മെഷീനിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ പ്രോസസ്സിലൂടെ പോകുന്നുണ്ടെങ്കിൽ അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പകുതി വർക്ക് ചെയ്യുന്നു, പകുതി വർക്കായിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആവില്ല, പെട്ടെന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ആവില്ല. കുറച്ച് പാർട്ട് വർക്ക് കഴിഞ്ഞു, കുറച്ച് പാർട്ട് വർക്ക് കഴിയാതിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിലൂടെ പോകുന്നു. ആ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നു, ഫിനിഷ്ഡ് ഗുഡ്സിനെ ബുക്ക് ഡെപ്റ്റ് ആക്കുന്നു. ബുക്ക് ഡെപ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ വിൽക്കുന്നു, വിൽറ്റ് കഴിഞ്ഞാൽ ബുക്ക് ഡെപ്റ്റായി മാറി. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അത് ഡെപ്റ്റേഴ്സ് എന്ന കോളത്തിൽ, അല്ല, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സായിട്ടും മാറുന്നു. ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കൂടുന്നു. അതേപോലെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് കൂടിക്കൂടി വരുന്നു. അങ്ങനെ ദെൻ ബിൽസ് റിസീവബിൾ ആയി മാറുന്നു. ആര്? ഫിനിഷ്ഡ് ഗുഡ്സ് ബിൽസ് റിസീവബിൾ ആയി മാറുന്നു. ആൻഡ് ദെൻ ബുക്ക് ഡെപ്റ്റ് ആൻഡ് ബിൽസ് റിസീവബിൾ ഇൻ ടു ക്യാഷ്. ഈ ബുക്ക് ഡെപ്റ്റും ബിൽസ് റിസീവബിളും ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ഇതിലൂടെ, ഇങ്ങനെ ചക്രത്തിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. ദ എമൗണ്ട് ഗോസ് ഓൺ സർക്കുലേറ്റിംഗ് ഓർ റിവോൾവിംഗ് ഫ്രം ക്യാഷ് ടു കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് അസറ്റ്സ് ടു ക്യാഷ്. അതായത് ഈ ക്യാഷ് സർക്കുലേറ്റ് ചെയ്തിട്ട് ക്യാഷ് കറണ്ട് അസറ്റായി മാറുകയും കറണ്ട് അസറ്റ് വീണ്ടും ക്യാഷായി മാറുകയും അങ്ങനെ അത് റിവോൾവ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ കോൾഡ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഓർ റിവോൾവിംഗ് ക്യാപിറ്റൽ ഓർ ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ ഓർ ലിക്വിഡ് ക്യാപിറ്റൽ ഓർ ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ, റിവോൾവിംഗ് ക്യാപിറ്റൽ, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ, ലിക്വിഡ് ക്യാപിറ്റൽ, ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ. Thus, working capital is concerned with the management of firms' current assets and current liabilities. ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റിൻ്റെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്. അതാണ് ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. ഇൻ ഷോർട്ട്, ഇറ്റ് ഈസ് ദ ഫണ്ട് which a company must possess to finance its daily operation. ഈ ഫണ്ട് ഒരു കമ്പനിയുടെ ഡെയിലി ഓപ്പറേഷന് ആവശ്യമാണ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു കമ്പനിയുടെ കയ്യിൽ എപ്പോഴും ഡെയിലി ഓപ്പറേഷന് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫണ്ട് ആവശ്യമാണ്. അതൊരിക്കലും നെയ്തർ ടു ലാർജ് ടു ലോ, ലാർജ് ആവാനും പാടില്ല, കുറവാവാനും പാടില്ല. നെയ്തർ ടു ലാർജ് ആവാനും പാടില്ല, നോർ ടു ലോ ആവാനും പാടില്ല. അതാണ് പറയുന്നത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ആഡിക്വേറ്റ് ലെവലിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ. അക്കോർഡിംഗ് ടു ഷുബിൻ, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഓഫ് ഫണ്ട്സ് നെസസറി ടു കവർ ദി കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ എൻ്റർപ്രൈസ്. ഷുബിൻ്റെ അഭിപ്രായത്തിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാൽ എന്താണ്? ഒരു കമ്പനിയുടെ, ഒരു എൻ്റർപ്രൈസിൻ്റെ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് കവർ ചെയ്യാൻ ആവശ്യമായ ഫണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഡേ ടു ഡേ അഫെയേഴ്സിന്, ഓപ്പറേഷന് ആവശ്യമായ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ അഫെയേഴ്സിന് ആവശ്യമായ ആ ഫണ്ട്, ആ അഫെയേഴ്സിൻ്റെ കോസ്റ്റ് കവർ ചെയ്യാൻ ആവശ്യമായ ഫണ്ടിനെ എന്തു പറയുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ്
ടോപ്പിക് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നേച്ചറാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേച്ചർ ഫീച്ചേഴ്സൊക്കെ ചോദിച്ചാൽ ഇത് തന്നെ എഴുതാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് തന്നെയാണ് ഈ നേച്ചറിൽ പറയുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ കൈയുണ്ട് കാലുണ്ട് എല്ലാം എഴുതാം എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഫീച്ചർ ചോദിക്കുന്ന പോലെ തന്നെ നേച്ചറും. അപ്പോൾ നേച്ചർ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താന്ന് പറയുകയാണെങ്കിൽ, ഒന്നാമത്തത് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദാറ്റ് പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദി ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് എൻ എൻ്റർപ്രൈസസ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങളെ മനസ്സിൽ വേണം, ഷോർട്ട് ടേം നീഡിനും ആവശ്യമായിട്ടുള്ള ഫണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ഇസ് റിക്വയർഡ് ഫോർ ദി ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് എൻ എൻ്റർപ്രൈസസ്. ഒരു കമ്പനിയുടെ ഡേ ടു ഡേ വർക്കിങ്ങിനാണ് ഇത് ആവശ്യമായിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് ആർ ഷോർട്ട് ലിവ്ഡ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ലിവ്ഡ് ആണ്, ഷോർട്ട് ടേമിലേക്കുള്ളതാണ്. കുറഞ്ഞ സമയത്ത്, ഇപ്പോൾ ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ 3 മാസമൊക്കെയാണ് കാലാവധി, ബിൽസ് റിസീവബിൾ ആണെങ്കിൽ 3 മാസമാണ് ഏറിയാൽ കാലാവധി. അപ്പോൾ ഷോർട്ട് ടേം ഫണ്ടായിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളുടെ ഈസിലി കൺവേർഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ടുകളൊക്കെ കറണ്ട് അസറ്റിൽ വരും. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കറണ്ട് അസറ്റിലാണ്. ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദി കറണ്ട് അസറ്റ്സ് വേരീസ് ഫ്രം ഡേ ടു ഡേ. ഡെയിലി, ഇപ്പോൾ ഓരോ ദിവസവും, ഈച്ച് ആൻഡ് എവറി ഡേയിൽ ഈ കറണ്ട് അസറ്റ്സിൻ്റെ കറണ്ട് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലെവല് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഓരോ സമയത്തും, ഇപ്പം ഇന്നലെ ഒരു കറണ്ട് അസറ്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വ്യത്യാസമായിരിക്കും. ഇന്നലെ സെയിൽസ് നടന്നിരിക്കുന്നത് 200 മില്യൺ ആണെങ്കിൽ ഇന്ന് 100 മില്യൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഡെപ്റ്റേഴ്സ് കുറയും, അതേപോലെ തന്നെ ബിൽസ് റിസീവബിൾ കുറയും, ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതാണ് പറയുന്നത്. ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദി കറണ്ട് അസറ്റ്സ് വേരീസ് ഫ്രം ഡേ ടു ഡേ ടു ഡേ. അതായത് ദിവസങ്ങളിൽ അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. ദെർഫോർ മാനേജിങ് കറണ്ട് അസറ്റ്സ് റിക്വയർ മോർ അറ്റൻഷൻ ദാൻ മാനേജിങ് ഫിക്സഡ് അസറ്റ്. അതുകൊണ്ട് തന്നെ മാനേജിങ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് മോർ അറ്റൻഷൻ കൊടുക്കേണ്ടതാണ്. എന്തിനേക്കാൾ ഉപരി ഫിക്സഡ് അസറ്റിനെ മാനേജ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് കറണ്ട് അസറ്റിൻ്റെ മാനേജ്മെൻറ്റാണ് കൂടുതലായി ഒരു കമ്പനി ശ്രദ്ധ ചെലുത്തേണ്ടത്. നാലാമത്തെ പോയിന്റ്, ദ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ എ ഫേം ഡിറ്റർമിൻസ് ഇൻ ലിക്വിഡിറ്റി പൊസിഷൻ. അതേപോലെ തന്നെ ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. അതല്ലേ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. കാരണം എന്താ വെച്ചാൽ ഡെപ്റ്റേഴ്സ് ആയാലും ബിൽസ് റിസീവബിൾ ആയാലും ഈസി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആണ്. അത് നിങ്ങൾക്കറിയാം. ലിക്വിഡിറ്റി ആക്കി വേഗത്തിൽ മാറ്റാൻ പറ്റുന്നതാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ എ ഫേം ഡിറ്റർമിൻസ് ലിക്വിഡിറ്റി പൊസിഷൻ. ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര ഉണ്ട് അതിൻ്റെ ലെവൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയുന്നത്. ഹൗവർ ദ വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി നെയ്തർ ടു ലാർജ് നോർ ടു ലെസ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഒരിക്കലും കുറേ ലാർജ് ആവാനും പാടില്ല, കുറേ ലോ ആവാനും, കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, കൂടിയാലും ബുദ്ധിമുട്ടാണ്. കൂടിയാൽ അവർക്ക് റോ മെറ്റീരിയൽ വാങ്ങിച്ച് കൂടുതൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് കൂടി അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ട്, ഡിമാൻഡില്ല, സാധനത്തിന് ഡിമാൻഡില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റ് ചീത്തയായി പോകും. സ്റ്റോക്ക് കൂടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. അത് കാരണം എന്താ വെച്ചാൽ ആ സാധനം വാങ്ങിക്കാൻ ആളില്ല എങ്കിൽ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയി അത് നശിച്ചു പോകും. എന്നാൽ ഒരു നോർ ടു ലെസ്, അതായത് തീരെ ഇല്ലാണ്ടാവുക,
സ്റ്റോക്കിംഗ് ട്രേഡ്, ഞാനൊരു എക്സാമ്പിൾ സ്റ്റോക്കിംഗ് ട്രേഡിൽ മാത്രം എടുക്കുകയാണ്. ക്യാഷിൻ്റെ കേസിലായാലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്റ്റോക്കിംഗ് ട്രേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കുറഞ്ഞ ലെവലിൽ വാങ്ങിച്ച് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നു, ഡിമാൻഡ് കൂടുതൽ, പുറത്ത് കസ്റ്റമേഴ്സിന് ഈ പ്രോഡക്റ്റിന് കുറേ ഡിമാൻഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ ഇത് നിങ്ങൾക്ക് കൊടുക്കാനില്ലെങ്കിലോ അപ്പോഴും നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം മറ്റുള്ള കമ്പനികൾ ഈ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്ത് അവരെന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ കമ്പനി എന്ത് ചെയ്യും, ഔട്ടായി പോവും. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും നെയ്തർ ടു ലാർജ് ആവാനും പാടില്ല, നോർ ടു ലെസ് ആവാനും പാടില്ല. ആഡിക്വേറ്റ് ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതാണ് പറയുന്നത്. നെക്സ്റ്റ്, 5th point, generally the working capital requirements are financed through short-term sources. സാധാരണഗതിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഫിനാൻസ് ചെയ്യുന്നത് ഷോർട്ട് ടേം സോഴ്സസിലൂടെയാണ്. ഷോർട്ട് ടേം സോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമുക്കറിയാം. ഡെപ്റ്റേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ബിൽസ് റിസീവബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ നീഡ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത്. ഹൗവർ എ പാർട്ട് ഓഫ് ഇറ്റ് മേ ബി ഫിനാൻസ്ഡ് ത്രൂ ലോങ് ടേം സോഴ്സസ്. എന്നാൽ ചില സമയത്ത് ഇതിൻ്റെ ചില പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്ഡ് ത്രൂ ലോങ് ടേം സോഴ്സസ്. ലോങ് ടേം സോഴ്സസിലൂടെയും വർക്കിംഗ് ക്യാപിറ്റൽ നീഡുകൾ അവർ ഫുൾഫിൽ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. 6th point, working capital management involves cash management, receivables management, payables management and inventory management. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ ക്യാഷ് മാനേജ്മെൻറ്റ് ഇൻവോൾവ്ഡ് ആണ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഇൻവോൾവ്ഡ് ആണ്, പേയബിൾസ് മാനേജ്മെൻറ്റ് ഇൻവോൾവ്ഡ് ആണ്, ആൻഡ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ഇൻവോൾവ്ഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈ കറണ്ട് അസറ്റ് ആണുള്ളത്. ആ കറണ്ട് അസറ്റിനെ മാനേജ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അപ്പോൾ കറണ്ട് അസറ്റിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ക്യാഷ്, റിസീവബിൾസ്, ക്യാഷ്, റിസീവബിൾസ് ആൻഡ് ഇൻവെൻ്ററി ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് തന്നെയാണ്. 7th point, current assets are interrelated to each other. കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ്. നിങ്ങൾക്കറിയാം, ഒരു ക്രെഡിറ്റ് സെയിൽ എത്ര പോയിട്ടുണ്ട് അതിനനുസരിച്ച് ഡെപ്റ്റർ ഉണ്ടാവും, ഡെപ്റ്ററിനനുസരിച്ച് റിസീവബിൾസ് ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കണം, ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് ഇരിക്കുകയാണ്. റിസീവബിൾസ് എത്രയുണ്ട് അതിനനുസരിച്ച് ക്യാഷും വരും, കൺവേർട്ട് ചെയ്ത് വരും. അപ്പോൾ അത് ഒന്നൊന്നിനോട് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ദ ഡിസിഷൻ റിലേറ്റഡ് ടു വൺ കറണ്ട് അസറ്റ്സ് വിൽ ഓൾസോ അഫക്ട് ദി അതർ കറണ്ട് അസറ്റ്സ്. ഒരു കറണ്ട് അസറ്റിൻ്റെ മുകളിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ മറ്റൊരു കറണ്ട് അസറ്റിൻ്റെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ക്രെഡിറ്റ് സെയിൽ ഇത്രേ കൊടുക്കുള്ളൂ, ഇപ്പോൾ 25,000 ക്രെഡിറ്റ് സെയിൽ കൊടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത്ര കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ഡേ ടു ഡേ അഫയേഴ്സ് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാശിലും അതിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. അറിയാലോ, നിങ്ങളത് ഡെപ്റ്റേഴ്സ് അത്രേ വരുന്നുള്ളൂ, അപ്പോൾ ബിൽസ് റിസീവബിൾ അതിൻ്റെ അത്ര തന്നെ വരുള്ളൂ. അത്രയും കാശ് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്തും കിട്ടുള്ളൂ. അപ്പോൾ ഒന്നൊന്നിനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാവുന്നതാണ്. 8th point, there are two major concepts of working capital, namely gross concept and net concept. 2 തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ഉള്ളത്. ഒന്ന് ഗ്രോസ് കോൺസെപ്റ്റ്, രണ്ടാമത്തേത് നെറ്റ് കോൺസെപ്റ്റ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.